ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും CCTVയും നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി. വേറെയൊന്നുമല്ല, മോഷണ ശ്രമം. ഇനി ബിഗ് ബോസ് വിന്നർ മാത്രമല്ല, കള്ളൻ കള്ളൻ എന്നൊരു ടൈറ്റിലും കൂടെ നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ തമാശപരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചോണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ കണ്ടത്. ഈ ഒരു വാർത്ത ഞാൻ കേട്ടത് ഭയങ്കരമായിട്ടും എന്താണ് പറയുക, ഭയങ്കരമായിട്ടും പക്ക കോമഡി ആയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത കേട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ പറയണ്ട, കഴിഞ്ഞ ഒരു സീസൺ കണ്ടവർക്ക് മൊത്തം അറിയാം. ഈ അവിടുത്തെ 19 കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ അവിടുത്തെ ജിൻഡോ ഒഴികെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോയെ എന്താണ് അടിച്ചാക്ഷേപിച്ച് അല്ലെങ്കിൽ മണ്ടൻ എന്ന് പറഞ്ഞൊരു ത്യാഗ് അദ്ദേഹത്തിന് കൊടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൂടെ നിന്നവർക്ക് അത് കൂടുതൽ മനസ്സിലായി. പുറത്തു നിന്ന് നമുക്ക് ജിൻഡോയുടെ അല്ലെങ്കിൽ ജിൻഡോ ആത്മാർത്ഥതയുള്ളവനാണ്, ജിൻഡോ നല്ലവനാണ്, ജിൻഡോ ആയിരിക്കാം, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആൾക്കാർ അത്രയും പറഞ്ഞിട്ട് പോലും പുറത്തുള്ള ചിലവരെങ്കിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും ജിൻഡോയെ വിശ്വസിച്ച് അല്ലെങ്കിൽ നല്ല മനുഷ്യൻ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടപ്പുണ്ട്, ഇനി മറ്റുള്ളവർ അദ്ദേഹത്തെ എന്താണ് കരിവാരിത്തേക്കൊന്നു എന്ന് ഓർത്ത് കൊടുത്ത് ജയിപ്പിച്ചവർക്ക് ഇത് ഇറങ്ങിയ സമയം തൊട്ട് ചിലപ്പോഴെങ്കിലും ഇവനെയൊക്കെ എന്തിനാ ജയിപ്പിച്ച് കയറ്റിയേ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടാഗൊക്കെ ഇവൻ എന്തിനാ കൊടുത്തേ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കും. പാത്ത് ഒളിഞ്ഞൊളിഞ്ഞാ കയറുന്നത്. കാരണം ഈ ഒരു വാർത്ത ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരുടെയും ജിമ്മിലായിരിക്കും വേല കയറി പോകുന്നതെന്ന്, അല്ലെങ്കിൽ വേറെ ആരുടെയും വൈരാഗ്യമുള്ളവർക്കായിരിക്കും. സ്വന്തം ജിമ്മിനകത്താണ് പാത്തി കയറി പോകുന്നത്. എന്നാൽ തന്നെ ഓർക്കും പലരും ചോദിക്കുന്നുണ്ട്, അവനവന്റെ സ്വന്തം ജിമ്മിനകത്ത് പാത്ത് കയറുന്നതിനകത്ത് എന്തിനാണ് നമ്മള് അതൊരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമുണ്ടത്? സ്വന്തം ജിമ്മാല് ലീസിന് കൊടുത്തേക്കുന്നതാണ്, ലീസിന് കൊടുക്കുമ്പോൾ മറ്റുള്ള നടത്തിക്കുന്നു, അത് മറ്റുള്ള കാര്യസ്ഥതയിൽ മുന്നോട്ട് പോകുന്ന ജിമ്മാകുമ്പോൾ അത് വേറൊരാളുടെ തന്നെയാണ്. അപ്പം ഇയാളുടെ ഉടമസ്ഥതയൊക്കെ ഉണ്ടാവും. പക്ഷെ കരാറടിസ്ഥാനത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഏണിങ്സിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം എന്തെങ്കിലും കൈമാറ്റങ്ങൾ ചെയ്യുന്നു എന്നതിലുപരി ആരും ഇല്ലാത്തപ്പോ അവിടെ കയറി ചെല്ലുക, അവിടെ നിന്ന് 10,000 രൂപ. ജിൻഡോയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. ജിൻഡോയെ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ജിൻഡോയുടെ പല കാര്യങ്ങളും 7-8 ജിമ്മൊക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉടമസ്ഥതയായാലും അല്ല നടത്തിക്കുന്ന രീതിയിലായാലും 7-8 ജിമ്മോളം അദ്ദേഹത്തിന്റെ ജിമ്മോളം പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നു. അടുത്തറിയാവുന്നവർക്കറിയാം. അങ്ങനെയുള്ള ഒരാൾക്ക് 10,000 രൂപ മോഷ്ടിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് അത് സ്വന്തം ജിമ്മിൽ കയറി മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് മണ്ടൻ എന്നൊരു ടാഗ് അവന്റെ കൂടെ ഉള്ള ആൾക്കാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് നമുക്കിത് കേട്ടിട്ട് വരും. കാരണം പക്ക കോമഡിയോടെയാണ് ഞാൻ ഈ വാർത്ത കേട്ടത്. എനിക്ക് എത്ര പേര് ഇത് കേട്ട് ചിരിച്ചെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അക്കയറ്റം അവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവിടെ പോയി അവിടെ ഉള്ള കോപ്രായം മൊത്തം കാണിച്ചിട്ട് കേറിയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ആ ഒരു ജിമ്മ് നടത്തുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫുമായിട്ട് ഇവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ജിൻഡോയെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയേ വേണ്ട, നമുക്കറിയാം. സിജോയുടെ ഒരു പ്രശ്നം, സിജോയുടെ വീഡിയോ കാണുന്നവർക്കറിയാം. ബിഗ് ബോസിൽ ഇവന്റെ കൂടെ മത്സരിച്ച് സിജോ എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോ കണ്ടവർക്കറിയാം. സിജോയുടെ ഫാമിലിയായിട്ട് ജിൻഡോ ഭയങ്കര ഒരു പ്രശ്നം കഴിഞ്ഞിട്ടിരിക്കുക. എന്തൊക്കെയോ ഇതേ പീഡന പരാതിയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തില് ജിൻഡോ കേസ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഭയങ്കരമായ ഒരു കേസ് ഇവന്റെ പേരിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. ജാമ്യത്തിൽ ഇരുന്നുകൊണ്ട് ഇവന്റെ വക്കീലിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് അറിയത്തില്ല. തെളിവ് തേടി വന്നതാണോ, ഇനി കാശ് തേടി? ജിൻഡോ കാശ് തേടി വന്നതാണെന്ന് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള മനസ്സിലാവും, കാശ് തേടി വന്നതല്ലെന്നുള്ള കാര്യം മനസ്സിലാവും. എനിക്കറിയത്തില്ല അതിനകത്ത് ഇനി എന്തെങ്കിലും ആ ഒരു സ്ത്രീയുമായിട്ട് ഇവൻ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സായിയുടെ വീഡിയോ കയറി കണ്ടവർക്കറിയാം. ഞാൻ സായി പറയുന്നു എന്നിട്ട് ഫുട്ടേജ് ഇങ്ങോട്ട് വെക്കാം. അതായത് അവർക്ക് സായി ഒക്കെ ജിൻഡോയെ കൂടുതൽ അടുത്തറിയാവുന്നവരാ. അന്നേരം അയാൾ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ഇവൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവന് ഈ പ്രശ്നമല്ലാത്ത സ്ത്രീകളെ ഇല്ല. സ്ത്രീ വിഷയം, ലഹരി കേസ്, ഇപ്പൊ മോഷണം. എനിക്കറിയത്തില്ല, ബിഗ് ബോസ് ടാഗ് എന്ന് പറഞ്ഞൊരു സാധനം ജനങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തതാ. ഈ ബിഗ് ബോസിന്റെ ഇത്രയും സീസൺ പിന്നിടുമ്പോഴും സീസൺ 6 വരെ നമ്മൾ നോക്കുമ്പം ഇങ്ങനൊരു ടാഗ് പുറത്തിറങ്ങി ഇങ്ങനെ ഒരു പരിപാടി പലരും അകത്ത് നിന്ന് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു വ്യക്തികൾ പോലും അവിടെ മത്സരിച്ച മത്സരാർത്ഥികളിൽ നിന്ന് പോലും നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല. ബിഗ് ബോസ് വിന്നറായിട്ട് ഒരു പബ്ലിസിറ്റിയില് ഒരു പബ്ലിക്കിൽ ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങളെ ജയിപ്പിച്ചിറക്കിയ ഒരാളാണ് ഈ പരിപാടികളുടെ. ബിഗ് ബോസ് ഇറങ്ങിയപ്പോ തൊട്ടേ ജിൻഡോയ്ക്ക് പ്രശ്നങ്ങളാണ്. പെണ്ണ് കേസ്, ലഹരി കേസ്, ഇപ്പൊ മോഷണവും കൂടെ. ആ പാത്ത് കയറി പോകുന്നത് കാണുമ്പോഴേ എനിക്കത് ഏഷ്യാനെറ്റുകാരാണ് ഈ ഒരു സാധനം, ഏഷ്യാനെറ്റുകാരും കൂടി ഇത് സംപ്രേഷണം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അവരുടെ ഒരു ഷോയ്ക്കകത്തും അവര് എന്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ അവരുടെയാണ് ആക്ച്വലി. അവരുടെ ഷോയ്ക്കകത്തുനിന്ന് വിജയിപ്പിച്ച് വന്ന ഒരാളെ കുറിച്ച് ഇങ്ങനൊരു
ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിന് വരുന്ന അവരുടെ ദുരവസ്ഥയെ കുറിച്ചാണ് ഗൈസ് എനിക്ക് ചിന്തിച്ചുകൊണ്ടത്. എന്നാൽ സായി ഇതിനെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ഫുട്ടേജ് കൊണ്ട് വെക്കാം. അതിൽ വാർത്തയുടെ ബാക്കി കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെയാണ് എത്തുന്നത്. അതിനുശേഷം ഈ ജിമ്മിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്നുള്ള കൂടിയാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷം അകത്ത് കയറുകയും പിന്നീട് വിലപ്പെട്ട രേഖകളും ഒപ്പം 10,000 രൂപ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിലുള്ളത്. കയറി കഴിഞ്ഞതിന് ശേഷം ഇവനെന്താണ് ഇത് CCTV നശിപ്പിച്ചപ്പോ എന്തുവാണ് ഈ ഒരു CCTVന്റെ കൺമുന്നിൽ കാണാതെ പോയെന്നുള്ളത്. CCTVയുടെ പുറം ഭാഗം മാത്രമായിരിക്കും ഇവൻ നശിപ്പിച്ചു കളഞ്ഞു. വീണ്ടും വീണ്ടും ആ ത്യാഗിന് അർഹനാണെന്ന് ജിൻഡോ ഇങ്ങനെ തെളിയിച്ചോണ്ടിരിക്കുന്നത്. കള്ളനാണായാലും നമ്മൾ കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിക്കണം എന്നൊരു ചൊല്ലുണ്ട് അല്ലയോ. അതിനെ നല്ല രീതിയിലേക്ക് സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയാണ്. ഒളിഞ്ഞു നടന്ന ഒരു സ്ഥാപനത്തിനെ കൊണ്ടുവന്ന് അവർ പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് പൊങ്ങി വരുമ്പോൾ ഇത് ലീസിന് കൊടുത്താന്നൊന്നും നോക്കാതെ ഇവൻ അതിന്റെ അകത്തും അല്ലെങ്കിൽ അത് ചുറ്റിപ്പറ്റിയിട്ടും കുറെ പിഴപ്പേട് കാണിച്ചപ്പോൾ ഇവരെ ചോദ്യം ചെയ്ത് ഇവനെങ്ങനെയാണ് ഭീഷണിയുടെ സ്വരമാണ്. ഇവൻ പണ്ട് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഗുണ്ടാ സെറ്റപ്പാണ്, ഇവൻ എന്തോ ഇല്ല മറ്റതാണ്, ഇവൻ പള്ളക്ക് കത്തി കെട്ടുന്ന ടീമാണ്, ആനച്ചേന കുറെ മാട സാധനങ്ങൾ, എന്റെ സ്ഥിരം പൂച്ചാണ്ടി അനാഥരല്ല ഗുണ്ടകളാണെന്ന് പറഞ്ഞ സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്. അതേ സാധനം അവരെടുത്ത് പഠിച്ചു. അവർ കുറച്ച് ഭാഗങ്ങളായതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി വരട്ടി അതിനുശേഷം ചെയ്തു ജിമ്മ് കയറി ആ സ്ത്രീയെ ആക്രമിച്ചു. പിന്നെ അത് മാത്രമല്ല പറയാൻ പാടില്ലാത്ത രീതിയിൽ ആ സ്ത്രീയുടെ അടുത്ത് അപ്രോച്ച് നടത്തി പന്നൻ. എന്നിട്ട് അവർ പോയിട്ട് കേസ് കൊടുത്തത്. എന്നിട്ട് പോലും എന്ത് സംഭവിച്ചു? ഇവിടെ പോലീസുകാർ ഇവനെ വിളിക്കുമ്പോൾ ഇവൻ ഹാജരാവില്ല. ഇവൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്ത് ഇവൻ നടക്കും. ഇന്ന് ഈ നാട്ടിലുള്ള എല്ലാ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ മനസ്സിലാവുന്നത് ആ സ്ത്രീയുടെ അടുത്ത് ഇവന്റെ തോന്നിവാസം മൊത്തം കാണിക്കാൻ ചെന്നപ്പം ആ സ്ത്രീ കൊണ്ട് കേസ് കൊടുത്തു. അപ്പം ഇവൻ ആ ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ട അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് ജാസ്മിൻ ഉൾപ്പെടെ പല പെമ്പിള്ളാരും പറയുമായിരുന്നു ജിൻഡോയുടെ അപ്രോച്ച് ശരിയല്ല. ആൾക്കാരും ആ ഒരു ഷോ മൊത്തം കണ്ട ആൾക്കാർക്ക് അറിയാം അവന്റെ എല്ലാ തോന്നിവാസവും അതിനകത്ത് കാണിച്ചിട്ട്. പിന്നെ എനിക്കറിയത്തില്ല ക്യാമറയുടെ മുമ്പിൽ വന്ന് ജിൻഡോയുടെ കള്ളക്കരച്ചിൽ കേട്ടിട്ട് എനിക്കറിയത്തില്ല പുറത്ത് PR വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ചെന്നൊക്കെ പല അഭ്യൂഹങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് പങ്കെടുത്തിട്ടുള്ള ഇന്നോളം പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീഡന കേസ്, പെണ്ണ് കേസ്, മോഷണവും കൂടെ എന്തുവായാലും ഇത്ര എല്ലാം കൂടെ ഒരു വിന്നർക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു വിന്നർക്ക് ആവുന്നത് ഇത് ജിൻഡോയിലൂടെ മാത്രമാണ്. ഇത് ജിൻഡോയിലൂടെ തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കഴിഞ്ഞ വട്ടം നമ്മൾ സീസൺ ജയിച്ചപ്പം ജിൻഡോ ഇതിന് ഒട്ടും ഡിസേർവിങ് അല്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞതിൽ അതെന്തെങ്കിലും യാഥാസ്ഥികമാണ് എന്ന് ഇപ്പൊ മനസ്സിലായിക്കൊണ്ട്. സിജോയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അയാളുടെ വീഡിയോയിലൂടെ അയാൾ പുറത്തുവിടുന്നുണ്ട്. ഒരുപാട് തെളിവുകളും കാര്യങ്ങളും ഒക്കെ. ജിൻഡോയുടെ മിക്ക കള്ളക്കഥകളും നമ്മൾക്ക് ആ ഒരു വീഡിയോ കാണുന്നവർക്ക് ഞെട്ടലോടെ തന്നെ കാണുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു കാര്യം കൂടെ കണ്ടപ്പോഴത്തേന് എന്തൊക്കെയാന്ന് പറഞ്ഞാലും കള്ളൻ എന്നൊരു ഹാഷ്ടാഗ് കൂടെ ഇപ്പൊ എന്തോരം ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസ് വിന്നർ എന്ന് മാത്രമല്ല കള്ളൻ എന്നൊരു ഹാഷ്ടാഗ് കൂടെ അല്ല എന്നൊരു ടൈറ്റിലും കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നൊരു ആ ഒരു ഷോയ്ക്കൂടെ തീർത്തും അപമാനം എന്നുള്ള തീർത്തും അപമാനം തന്നെയാണ്. കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ബിഗ് ബോസിന്റെ കപ്പ് ജിൻഡോ വാങ്ങുന്ന സമയത്ത് പോലും ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ഇതിൽ ഡിസർവിങ് ആണോ. ഇപ്പൊ ഈ ഒരു വാർത്ത കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. വോട്ട് കൊടുത്താൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഞാൻ ഉൾപ്പെടെ വോട്ട് കൊടുത്തിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക ഡിസർവിങ് ആണോ എന്നുള്ളത്. ഇന്ന് വരെ ഒരു കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത പ്രത്യേകതകളാണ് ജിൻഡോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ജിൻഡോക്ക് കാണാൻ പറ്റുന്നത്. കള്ളൻ എന്നൊരു ഹാഷ്ടാഗ് കൂടി ഇപ്പൊ കിട്ടിയേക്കുക. നന്നായിട്ടുണ്ട്, കൊള്ളാം.